ഞാനേ ഒരു ഡ്രൈവറാണ്. ഡ്രൈവർ പറയുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ഡ്രൈവറൊന്നും ഞാൻ പറയണില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട്. വണ്ടി തട്ടിയിട്ടാണെങ്കിലും എൻ്റെ ശരീരത്തിലുള്ള എല്ല് പൊട്ടിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാ ഞാൻ പറയണതെന്ന്. നിങ്ങളൊരു വീഡിയോ ഞാൻ ഇന്ന് നടന്ന സംഭവമാണ്, അതും തിരുവനന്തപുരം നടന്ന സംഭവം. അപ്പോൾ അതിൻ്റെ ഫുള്ളൊന്നും എൻ്റെ കയ്യിലില്ലെങ്കിലും ഞാനിപ്പോൾ കൺമുന്നിൽ കണ്ടൊരു കാഴ്ച അത് വീഡിയോയിൽ പകർത്തി നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ട്. അത്യാവശ്യം വിലയുള്ള കാണാൻ നല്ല പ്രീമിയം തോന്നിക്കുന്നൊരു വാഹനമാണ് ഈ കാണുന്നത്. നമ്മൾ കണ്ടില്ലേ, ഇന്ന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ മുന്നിൽ വെച്ച് ആക്സിഡൻ്റ് ആയ വണ്ടിയാണ്. 4 പേരാണ് വണ്ടിയിലുണ്ടായിരുന്ന. അങ്ങനെ ചോദിച്ചപ്പോൾ മനസ്സിലായി അതിൽ ഓടിച്ച വ്യക്തിയാണോ ആരാണോ അറിയില്ല, മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുണ്ടോ, ഹെയർ ബാഗൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. വണ്ടി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ വണ്ടിക്ക് ഹെയർ ബാഗ് ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്ത് വന്നു. ഇത് ന്യൂസ് ചാനലാണ്, ഏഷ്യാനെറ്റ്. അപ്പോൾ അവർ ഇത് ചിത്രീകരണം അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത ഇന്നലെ നാളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഇന്നിപ്പോൾ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം, അല്ല ഇവിടെ മുകളിൽ ഞാൻ കൊടുക്കാം ഡേറ്റ്. ഇത് വണ്ടി അത് മഹീന്ദ്രയുടെ താറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഉണ്ടോ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് അല്ലേ? എനിക്ക് അവിടെ വെച്ചിട്ട് വോയിസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ചെയ്തത്. അപ്പോൾ എനിക്ക് മിക്ക സുഹൃത്തുക്കളോട് പറയാനുള്ളത് കഴിഞ്ഞാൽ പതുക്കെ പോവുക. കാരണം എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ചത് നിങ്ങളോട് പറയുക, അത്രേ ഉള്ളൂ. എനിക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇതൊന്നും ആരും ഇങ്ങനെ കേട്ടിങ്ങനെ പോകത്തുള്ളൂ, അല്ലാണ്ട് ആരും ഇത് വരത്തില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കുറ്റബോധം അത് വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിക്കും, വേണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയാൽ മതിയായിരുന്നു ഇങ്ങനെ. അപ്പോൾ സേഫായിട്ട് വണ്ടി ഓടിക്കുക, നല്ല രീതിയിൽ പോവുക. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാൽ ടാറ്റ.